ആകാശവാണി. ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇപ്പോൾ കേൾക്കാം. രാഷ്ട്രീയ കേരളത്തിൽ സാധാരണ ജനത്തിന് ഏറ്റവും പ്രതീക്ഷ നൽകിയ ജനനേതാക്കളിൽ ഒരാൾ വി.എസ്. അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട തൻ്റെ സാർത്ഥകമായ ജീവിതം പൂർത്തിയാക്കി വിട പറഞ്ഞിരിക്കുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:20 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അനാഥത്വം നിറഞ്ഞ ബാല്യകൗമാരങ്ങളിലെ വേദനകളെ പടവാളായി പരിവർത്തനം ചെയ്ത് അനീതി നിറഞ്ഞ ബ്രിട്ടീഷ് രാജവാഴ്ചകൾക്കും ദിവാന്റെ ദുർഭരണത്തിനുമെതിരെ പോരാട്ടത്തിനിറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യൗവനം. ആലപ്പുഴയിലെ മിൽ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരാക്കി അവരെ വളർത്തിയെടുത്ത് കേരളത്തിലെ ഇടതു രാഷ്ട്രീയത്തിന് അടിത്തറ പാകിയവരിൽ ഒരാളായി അദ്ദേഹം. വി.എസ്. അച്യുതാനന്ദൻ എന്ന ജ്വലിക്കുന്ന നാമം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്ര ഏടുകളിൽ സമരഭരിതമായൊരു കാലത്തിൻ്റെ അടയാളവാക്യമായി എന്നെന്നും നിലനിൽക്കും. ജനങ്ങൾ വി.എസ്. അച്യുതാനന്ദനെ നീതിയുടെ പോരാളിയും കാവലാളുമായാണ് കണ്ടിരുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ തിട്ടൂരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ജനങ്ങൾക്കൊപ്പമായിരുന്നു വി.എസ്. എപ്പോഴും നിലകൊണ്ടത്. ഭരണ പ്രതിപക്ഷ വേർതിരിവുകളിലോ കള്ളികളിലോ ഒതുക്കാൻ പറ്റാത്ത ജനകീയ നേതാവായിരുന്നു അദ്ദേഹം. നിശ്ചയദാർഢ്യത്തോടെ നിലപാടുകളിൽ ഉറച്ച് വി.എസ്. തുടർന്നു വന്ന പോരാട്ടങ്ങളും സമരജീവിതവും ഒരു നേതാവ് എന്തായിരിക്കണം എന്ന് കാട്ടിത്തരികയായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾക്കു വേണ്ടി പ്രായത്തെ വെല്ലുവിളിച്ച് കാടും മലകളും താണ്ടി വി.എസ്. നടത്തിയ പോരാട്ടങ്ങൾ മൂലം അദ്ദേഹം എന്നും ജനങ്ങൾക്ക് ആവേശമായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച് 1940 പാർട്ടി അംഗമായി സഖാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പാർട്ടി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിച്ചത് സഖാവ് കൃഷ്ണപിള്ളയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ M.V. ഗോവിന്ദൻ. തുടർന്ന് അങ്ങോട്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും കയർ തൊഴിലാളി ഉൾപ്പെടെയുള്ള നിരവധി പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരനായി CPIM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി. CPIM-ന്റെ ജനറൽ കമ്മിറ്റി അംഗം P. വീരേന്ദ്രൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും 3 പ്രാവശ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിലും വി.എസ്. എല്ലാ അർത്ഥത്തിലും നിസ്വാർത്ഥമായ ജീവിതം നയിച്ചു. ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി തെറ്റായ പ്രവണതകൾക്കെതിരായിട്ട് അതിശക്തിയായിട്ട് ആഞ്ഞടിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പാർട്ടി നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ VM. സുധീരൻ. അധികാരം ജനനന്മയ്ക്ക് എന്നുള്ള ജനാധിപത്യ ഭരണ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം കൃത്യമായി നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കർമ്മപരിപാടികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. മനുഷ്യനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഇസം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യത്വമാണ്. മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പ്രകൃതിയെയും സ്നേഹിച്ചു. പാരിസ്ഥിതിക സംരക്ഷണം നാടിന്റെ പുരോഗതിക്ക് വളരെയേറെ അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പരിഗണന കൂടാതെ, സംരക്ഷണ പരിഗണന കൂടാതെ തട്ടിക്കൂട്ടിയ പ്രോജക്ട് റിപ്പോർട്ടുകൾ അദ്ദേഹം താല്പര്യത്തോടെയല്ല കണ്ടത്. അതിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു. തെറ്റായ ജനവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം പഠിച്ചിട്ടില്ല. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പൊരുതിയ നേതാവാണ് അദ്ദേഹം. പാവപ്പെട്ടവരോട്,
ദുർബല ജനവിഭാഗങ്ങളോട്, സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളോട്, അവരോടൊക്കെ അങ്ങേറ്റത്തെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ജനസേവനമാണ് എന്ന് കൃത്യമായ വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലെത്താൻ വേണ്ടി മാത്രമുള്ള ഒരു വേദിയല്ല. അധികാരത്തിലെത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹവുമായി വളരെയേറെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികൾ ഉണ്ടെങ്കിലും, വിയോജിപ്പുകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതിനൊക്കെ അതീതമായി ഒരു സ്നേഹബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി അത് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള സത്യം ആയി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. പ്രിയപ്പെട്ട VS അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് VS അച്യുതാനന്ദൻ ജനിച്ചത്. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛൻ്റെ സഹോദരിയായിരുന്നു വളർത്തിയത്. അച്ഛൻ മരിച്ചതോടെ 7-ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച VS ജ്യേഷ്ഠൻ്റെ സഹായിയായി കുറേക്കാലം തയ്യൽക്കടയിൽ ജോലി നോക്കി. തുടർന്ന് കയർ ഫാക്ടറികളിലും ജോലി ചെയ്തു. നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ VS 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. സഖാവ് VS ജീവിതം ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവാണ്. മുതിർന്ന CPI നേതാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. സാധാരണ മനുഷ്യരുടെ ജീവിതം ശരിക്കും തൊട്ടറിഞ്ഞ ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം അനുഭവിക്കുകയും അടുത്തുള്ളവരുടെ ജീവിതം നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തന്റെ വഴി സ്വീകരിക്കണം തോന്നി. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവകാശങ്ങളുള്ള പോരാട്ടം. ആ പോരാട്ടത്തിലാണ് 85 വർഷക്കാലം ഈ കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കേരളത്തിന് മുഖ്യമന്ത്രിയായി നമ്മുടെ നാട്ടിലെ വിവിധ പ്രക്ഷോഭ സമരങ്ങൾ മുമ്പിൽ നിന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹം സ്വന്തം നിലപാടുകൾ കാർക്കശ്യം പുലർത്തിയിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോടീശ്വരന്മാരുടെ സ്വന്തം കൈവശമുള്ള, അവർ കയറി താമസമാക്കിയ സർക്കാർ ഭൂമി, ആ ഭൂമി പിടിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞപ്പം VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മൂന്നാർ ഓപ്പറേഷൻ. മൂന്നാറിൽ അനധികൃതമായി കെട്ടിയ കോടിക്കണക്കിന് രൂപയുടെ വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ ജനം പറഞ്ഞു, ഇതാ ഒരു ചുണയുള്ള നേതാവ് വന്നിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം ശരിക്കും ജീവിതത്തിൽ കൂടി നമ്മളെ കാണിച്ചു തന്നു. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ്, നല്ല ജനകീയൻ, ജനകീയ പ്രശ്നങ്ങളിൽ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ പോരാളി, നിസ്വാർത്ഥരായ രാഷ്ട്രീയ പ്രവർത്തകർ എന്നീ നിലകളിൽ സഖാവ് VS കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. മുതിർന്ന BJP നേതാവ് ശ്രീ CK പത്മനാഭൻ. സഖാവ് VS കേരളത്തിലൊരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ധീരനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം മാർക്സിസം ലെനിനിസത്തിന്റെ ആ സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിൽക്കുകയും പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകളോട് ധീരമായിട്ട് പോരാടുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് VSന്റെ നിര്യാണം എന്ന് പറയുന്നത് ഒരു യുഗത്തിന്റെ ഒരു അന്ത്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർക്കുന്ന സമയത്ത് അതിന്റെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPM രൂപീകരിച്ച ആ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നേതാവാണ്. EMSനോടൊപ്പം AKGയോടൊപ്പം രണദേവിയോടൊപ്പം നിന്ന ആളാണ് സഖാവ് VS. അതുകൊണ്ട് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിന്റെ ആദർശ രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യതയാണ് അദ്ദേഹത്തിന്റെ വേർപാട് കൊണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരമത്തില് ദേഹവിയോഗത്തില് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അനുശോചിക്കുകയാണ്.
അച്യുതാനന്ദനിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ്. പ്രസ്ഥാനം വളർത്തുവാനായി അച്യുതാനന്ദനെ പി കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃനിരയിലേക്കായിരുന്നു. ചരിത്രത്തിലാദ്യമായി കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് അധകൃത വർഗത്തിൽപ്പെട്ടവരുമാണ്. അവരെ അടിമകളെ പോലെയാണ് കരുതിയിരുന്നത്. ആ കരുതിയിരുന്ന പാവപ്പെട്ട അടിമകളെ മനുഷ്യരാക്കി, തൊഴിലാളികളാക്കി, യൂണിയൻ പ്രവർത്തകരാക്കി, വർഗബോധമുള്ളവരാക്കി മാറ്റിയെടുക്കുകയാണ് PS ചെയ്തത്. എഴുത്തുകാരനും മുതിർന്ന CPIM നേതാവുമായ ശ്രീ പിരപ്പൻകോട് മുരളി. PS രാഷ്ട്രീയത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ബാലികേറാ മലയായിരുന്നു. വലിയ ധനിക കുടുംബത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ അന്ന് രാഷ്ട്രീയം പാടുള്ളൂ. ആ സ്ഥലത്താണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച PS രാഷ്ട്രീയ പ്രവർത്തകനായി വരുന്നത്. ആദ്യം സ്റ്റേറ്റ് കോൺഗ്രസിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. പുന്നപ്ര വയലാർ സമരത്തിന്റെ സംഘാടകനായി. അങ്ങനെ കോട്ടയത്ത് പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോൾ ഒറ്റുകൊടുത്ത് പോലീസ് പിടിച്ചു. കൊടിയ മർദ്ദനങ്ങൾ സഹിച്ച് അദ്ദേഹം 3-4 കേസിൽ പ്രതിയായി സെൻട്രൽ ജയിലിൽ തടങ്കലിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം ഒളിവിൽ വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടകനായി മത്സ്യത്തൊഴിലാളികളെയും മുന്നേറ്റ തൊഴിലാളികളെയും കയർ തൊഴിലാളികൾക്ക് സംഘടിപ്പിക്കുന്ന സംഘാടകനായി കമ്മ്യൂണിസ്റ്റ് നേതാവായി ഉയർന്ന ആളാണ് PS. PS 1964 ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അന്ന് നാഷണൽ കൗൺസിലിൽ നിന്ന് പുറത്തു വന്ന 32 പേരിൽ 13ാമത്തെ ആളാണ് PS. PS കേരളത്തിലെ മാത്രമല്ല അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ അംഗീകാരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്ര കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും കാർക്കശ്യവും ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ സഹൃദയത്വം ഒരിക്കലും വിസ്മരിക്കാനാവുകയില്ല. കേരളത്തിലെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ പുരോഗമന സാഹിത്യ സംഘമാക്കുന്ന അവസ്ഥയിൽ അതിനെ ഒരു സംഘടനാ രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് സാക്ഷാൽ PS. അതുപോലെ അദ്ദേഹം ഒരു ഗ്രന്ഥകാരനായിരുന്നു. 8 പുസ്തകങ്ങൾ ആയിട്ട് സമകാലീനമായ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും പരിസ്ഥിതി സംബന്ധിച്ചും കലയെ സംബന്ധിച്ചും ഒക്കെയുള്ള 186 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത, ഒരുപക്ഷെ ഒരു AKGയെ കഴിഞ്ഞാൽ പാർട്ടിയും പ്രസ്ഥാനവും ജാഗ്രതയോടെ സൂക്ഷിച്ചിരുന്ന ഒരു മഹാനായ ജനനേതാവാണ്. സമരം തന്നെ ജീവിതം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു നേതാവാണ് സഖാവ് PS. മുതിർന്ന CPIM നേതാവ് ശ്രീ G. സുധാകരൻ. ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുക മാത്രമല്ല, അവയുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മ പദ്ധതികളായിട്ട് മാറുമ്പോൾ ആ പ്രവൃത്തിയുടെ മുൻപിൽ നിന്ന് നയിച്ച നേതാവാണ് PS അച്യുതാനന്ദൻ. കേരളത്തിലോ ഇന്ത്യയിലോ ഈ നിലവാരത്തിൽ ഉയർന്നു വന്ന മറ്റൊരു നേതാവില്ല. അദ്ദേഹത്തെ രാഷ്ട്രീയമായി സഹായിക്കുകയും കുടുംബപരമായി സംരക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ പുറകിൽ വളരെ ധീരയായി ഉറച്ചു നിന്ന അദ്ദേഹത്തിന് സഹധർമ്മിണിയുണ്ട്, വസുമതി സിസ്റ്റർ. അപ്പോൾ വസുമതി സിസ്റ്ററുടെ റോള് നമുക്കൊട്ടും എന്താ കുറച്ച് കാണാൻ കഴിയും. അപ്പോൾ കുടുംബം മുതൽ രാജ്യം വരെ എല്ലാം ഒരുപോലെ കണ്ട ജനങ്ങളെ സേവിച്ച അദ്ദേഹം നിശ്ചയദാർഢ്യവും അഭിപ്രായ സ്ഥിരതയും സ്വഭാവദാർഢ്യവും മറ്റ് മോശമായ യാതൊരു തരത്തിലുള്ള സ്വഭാവങ്ങളും ഇല്ലാത്ത വ്യക്തി എന്നുള്ള നിലയിൽ അത്യുത്തമനും പോരാളി എന്നുള്ള നിലയിൽ അഗ്രഗണ്യനും കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ അതുല്യമായ ഒരു വ്യക്തിപ്രഭാവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം വിട്ടുപോകുമ്പോൾ നമ്മുടെ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള മറ്റ് സ്റ്റേറ്റുകളിലെയും യുവജനതയ്ക്ക് ആശയങ്ങൾ, മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രാവർത്തികമുള്ളതാക്കാനാണെന്നും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാകണം പാർട്ടി പ്രവർത്തകരെന്നുള്ള VSന്റെ മാതൃക സ്വീകരിക്കാവുന്നതാണ്. 1980 മുതൽ 1991 വരെ 3 തവണ VS CPM സംസ്ഥാന സെക്രട്ടറിയായി. 1986 മുതൽ 2009 വരെ 23 വർഷം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 1965 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ VS
10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഒടുവിൽ മത്സരിച്ച 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മൊത്തം 7 തവണ അദ്ദേഹം വിജയിച്ചു. 1992, 96, 2001, 2006, 2011, 2016 എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി, കൈക്കൂലി എന്നിവയ്ക്കെതിരെ VS ശക്തമായ നിലപാടെടുത്ത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുകയും ചെയ്തു. VS അച്യുതാനന്ദനെ കേരളം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ മരണാനന്തരം കണ്ട വമ്പിച്ച ചിന്നാവലി തന്നെ തെളിവാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടായിരുന്നു VSനെ സ്നേഹിക്കുന്നതിന്, ഇഷ്ടപ്പെടുന്നതിന്. അദ്ദേഹത്തെ ഒരു പോരാളിയായി കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള തീക്ഷ്ണമായ പോരാട്ടം, ഭൂമി കയ്യേറ്റക്കാർക്കെതിരെയുള്ള നീക്കങ്ങൾ, അതൊക്കെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പുറത്ത് വലിയ ശക്തിയുള്ളവർ അണിനിരക്കുമ്പോഴും VS ഏകാഗിയായി ഇപ്പുറത്ത് ജനപിന്തുണയുടെ ശക്തി മാത്രം അടിസ്ഥാനമാക്കി വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. നിയമപരമായുള്ള പോക്ക്, തെരുവിലുള്ള സമരവും പ്രതിഷേധവും മാത്രമല്ല, നിയമത്തിന്റെ വഴിക്കുള്ള പോക്ക്, സുപ്രീം കോടതി വരെ കേസ് നടത്തി പലർക്കും ശിക്ഷ വാങ്ങിക്കൊടുത്ത ചരിത്രം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു 102 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു 100 വയസ്സ് വരെ അദ്ദേഹം സജീവമായിരുന്നു, ആക്റ്റീവായിരുന്നു. അദ്ദേഹത്തിന്റെ സജീവത അത് ഒരു നിലപാടിനെ അടിസ്ഥാനമാക്കി ജനാധിപത്യത്തിന്റെയും മറ്റ് പല കാര്യങ്ങളുടെയും തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തന രീതി, ഏകാഗിയായ VS ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന, ഏറ്റുമുട്ടുന്ന ആ ചിത്രം, അത് ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. മാധ്യമപ്രവർത്തകൻ ശ്രീ MG രാധാകൃഷ്ണൻ. രാഷ്ട്രീയത്തിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ വളരെ വേഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ജീവിതം മുഴുവൻ ത്യാഗങ്ങളുടെയും സമരങ്ങളുടെയും നിസ്വാർത്ഥതയുടെയും പര്യായമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണം എത്രയൊക്കെ സ്വാഭാവികമാണെങ്കിലും നികത്താൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരുപക്ഷെ അവസാന കാലത്താണ് അദ്ദേഹം ഒരു കേരളത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ മത ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറം ഉള്ള ഒരു വലിയ ആദരണീയനായ, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ആദരണീയനായ നേതാവായി മാറിയതെന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് പ്രത്യേകിച്ചും അദ്ദേഹം തന്റെ പ്രായമോ തന്റെ ആരോഗ്യമോ ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാത്തരം സമരങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാത്തരം അനീതികൾക്കുമെതിരെ പോരാടാൻ അദ്ദേഹം കാണിച്ച ആ അത്ഭുതകരമായിട്ടുള്ള ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ജനനം മുതൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ മാത്രം കടന്നുപോയ ഒരു മനുഷ്യനാണ്. ചെറുപ്പത്തിൽ തന്നെ പുനഃപ്രവയലാർ സമരം പോലെയുള്ള ഐതിഹാസിക സമരങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഭൂപ്രഭുക്കൾക്കെതിരെ, ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ, മുതലാളിത്തത്തിനെതിരെ ഒക്കെ അതിശക്തമായി പോരാടിയ ഒരു മനുഷ്യൻ. അതോടൊപ്പം തന്നെ തന്റെ സ്വന്തം ചേരിയിലുള്ള അവരുടെയും തെറ്റുകൾക്ക് നേരെ അദ്ദേഹം ഒത്തുതീർപ്പില്ലാതെ നിലകൊണ്ടു എന്നുള്ളതും അദ്ദേഹത്തെ അനന്യനാക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ CR നീലകണ്ഠൻ. VS അച്യുതാനന്ദൻ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, സമര നേതാവാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച നിലപാട്, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ പരിസ്ഥിതി വിഷയം ഒരു മാർജിനലൈസ്ഡ്, പ്രാന്തവൽകൃത വിഷയമായി എടുക്കുകയും അതിലെ വിഷയങ്ങൾ ഒരു മുഖ്യധാരയിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് VS അച്യുതാനന്ദൻ ഈ സമരങ്ങളെ, ഈ പ്രശ്നങ്ങളെ തന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇപ്പൊ മതികെട്ടാൻ മലയുടെ ആണെങ്കിലും, പ്ലാച്ചിമടയിലെ കൊക്കോകോളയാണെങ്കിലും, എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ വിഷയമാണെങ്കിലും, അങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും അതുവഴി കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അത് കൈകാര്യം ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല എന്നൊരു സ്ഥിതി വരികയും ചെയ്തു. അത് രാഷ്ട്രീയക്കാരുടെ അജണ്ടയാക്കി എന്നുള്ളതാണ്. അങ്ങനെ അജണ്ടയാക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ
അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ മൂന്നാറിലെ ഓപ്പറേഷനൊക്കെ അദ്ദേഹം ഒരു സമര പോരാളി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കും ഈ വിഷയങ്ങൾ അദ്ദേഹം വളരെ നന്നായി കൈകാര്യം ചെയ്തു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അതിനു മുമ്പുള്ള കഴിഞ്ഞ 10, 15, 20 വർഷത്തോളം ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കേരളത്തിന് ബോധ്യപ്പെട്ടത് 2018 മുതലാണ്. കാരണം പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം അടക്കം വനത്തിന്റെ സംരക്ഷണം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ നെൽവയൽ തണ്ണീർത്തട നിയമം നടപ്പാക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ശുഷ്കാന്തി ചെറുതല്ല. മൂന്നാറിലെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്ന വിഷയത്തിൽ എസ് അച്യുതാനന്ദൻ ഭരണാധികാരി എന്ന നിലയ്ക്ക് നടത്തിയ ഇടപെടലുകൾ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സംരക്ഷണത്തിന് അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് എസ് അച്യുതാനന്ദൻ. അപ്പൊ പരിസ്ഥിതി എന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വം എന്നത്, സ്ത്രീപക്ഷം എന്നതൊക്കെ മുഖ്യധാരയുടെ അജണ്ടയാക്കുന്നതിൽ നേതൃത്വം നൽകിയ, അതൊരു ഭരണകൂടത്തിന്റെ കടമയാക്കുന്നതിൽ, കേവലം പ്രസ്താവനകൾ മാത്രമല്ല, സമരങ്ങൾ മാത്രമല്ല, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് മുഖ്യമായ പങ്കുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന വിഷയമാക്കുന്ന പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തിന്റെ ഓർമ്മ ഒരുപക്ഷെ കേരളം ഉള്ള കാലത്തോളം ഓർക്കുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ കേരള ജനതയുടെ വിശ്വാസം വൻ ഭൂരിപക്ഷത്തോടെ നേടിയെടുത്ത് ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് VS അച്യുതാനന്ദൻ തുടക്കമിട്ടു. VS അച്യുതാനന്ദൻ നാം അടുത്ത് കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കവി സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരന്റെ സംസ്കാരം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതായിരുന്നു. അതേസമയം തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തന്നെ കർഷകർക്കും തൊഴിലാളികൾക്കും ഒഴിഞ്ഞു വെക്കപ്പെട്ടതായിരുന്നു. അതിനുവേണ്ടി പുന്നപ്ര മുതൽ ഇങ്ങോട്ട് അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ജനതയ്ക്ക് മുഴുവൻ തന്നെ അറിവുള്ളതാണ്. അദ്ദേഹം മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് പരിസ്ഥിതിയിലുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ കൊണ്ടാണ്. പ്ലാച്ചിമട ഉൾപ്പെടെയുള്ള സമരങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച അപൂർവം ചില കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു അച്യുതാനന്ദൻ. അതോടൊപ്പം തന്നെ ആ തരത്തിലുള്ള സമരങ്ങളിൽ പരിസ്ഥിതിയും വികസനവും ഒരു സമതുലനത്തോടെ കൊണ്ടുപോകേണ്ടതാണ് ഏത് ഭരണകൂടവും എന്ന ശക്തമായ വിചാരം അദ്ദേഹത്തെ എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ IT ഉപദേഷ്ടാവായിരുന്ന ശ്രീ ജോസഫ് C. മാത്യു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായകരമായ നിലപാടുകളാണ് അദ്ദേഹം എടുത്തതല്ല. വെട്ടിനിരത്തൽ എന്നൊക്കെ അവഹേളിച്ചെങ്കിലും ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ആദ്യമായി മുന്നോട്ട് വെക്കുക, ഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ച് ശക്തമായ നിയമം കൊണ്ടുവരിക, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, IT പോലെയുള്ള വിഷയങ്ങളിൽ ഭൂമിയുടെ ഉപയോഗം നിജപ്പെടുത്തുന്നതിനും അത് വ്യവസായത്തിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് നിജപ്പെടുത്തുന്നതിലും വലിയ നിലപാടെടുത്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കേരളത്തിന്റെ മുൻപിൽ വെച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ഒരു ആവറേജ് മലയാളിയുടെ ഒരു നൈതിക ബോധത്തിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് സ്ഥാപിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന സ്ത്രീ പീഡന വിഷയങ്ങളിലും മറ്റ് ഗാർഹിക പീഡനങ്ങളിലും എല്ലാം അദ്ദേഹം എടുത്തൊരു നിലപാട് ഇൻഡിവിജ്വൽ വിഷയങ്ങളിലുള്ള നിയമ പോരാട്ടങ്ങളിൽ മാത്രമല്ല, അദ്ദേഹം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പുതിയ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു. ഇത്തരം നിലപാടുകൾ കേരളം നെഞ്ചിലേറ്റി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട വാങ്ങിയിട്ട് ഏതാണ്ട് 6-7 കൊല്ലമായിട്ടും ഈ പൊതുസമൂഹം ഇപ്പോൾ അദ്ദേഹത്തോട് കാണിക്കുന്നത്. പ്രശ്നങ്ങളെ അതിൻ്റെ ഉറവിടത്തിലെത്തി ഏറ്റെടുക്കുന്ന ജനകീയ നേതാവിൻ്റെ മുഖമായിരുന്നു VS അച്യുതാനന്ദനുണ്ടായിരുന്നത്. പോരാട്ടവും സമരവും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ ആർജിച്ച ഉലയാത്ത പ്രതിരോധ വീര്യവും ഇച്ഛാശക്തിയും ആയുധമാക്കിയാണ് അദ്ദേഹം പ്രസ്ഥാനത്തിനുള്ളിലും ഭരണത്തിലും സമൂഹത്തിലും തിരുത്തൽ ശക്തിയായി മാറിയത്.
പറ്റി ഓർക്കുമ്പോൾ മറക്കാനാവാത്ത ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ശ്രീമതി കെ രമ MLA. വ്യക്തിപരമായും രാഷ്ട്രീയമായും ഞങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ഒരുപാട് സന്ദർഭങ്ങൾ VS ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഒന്ന്, VS ആ പാർട്ടിക്കുള്ളിൽ നടത്തിയ ആശയ സമരങ്ങളുണ്ട്. അതുപോലെ VS ഈ പൊതുമണ്ഡലത്തിൽ ഇടപെട്ട നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. അതിലെ നിരവധി സമരങ്ങൾ, കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിന്, പെമ്പിളയൊരുമയിൽ നടത്തിയ സമരത്തിൽ, എൻഡോസൾഫാൻ മേഖലയിൽ നടത്തിയ സമരത്തിന്, ഇതൊക്കെ പൊതുസമൂഹം ഏറ്റെടുത്ത അല്ലെ പൊതുസമൂഹം നടത്തിയ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളുടെ കൂടെ നിൽക്കാൻ എന്നും VS ഉണ്ടായിരുന്നു എന്നതാണ്. VS സാധാരണക്കാരെ മനുഷ്യരുടെ പ്രക്ഷോഭങ്ങൾക്കൊപ്പം അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്ന ധീരനായ ഒരു മനുഷ്യനാണ്. ഇനി അത്തരമൊരു നേതാവ് നമുക്കില്ലല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും അല്ലാതെ വേദനയുണ്ടാക്കുന്നതാണ്. VSന് പകരം മറ്റൊരു VS ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. സാധാരണക്കാർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ ഐതിഹാസികമാണ്. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MV ശ്രേയാംസ് കുമാർ. തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാരണം പല സംഗതികൾ നേരിടുമ്പോൾ VS ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം സമൂഹത്തിലുണ്ടായ ചെറിയൊരു കാര്യമില്ല. ഇതുപോലത്തെ നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ലളിതമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആവേശമെന്നും ജനങ്ങളാണ്. എൻ്റെ വിശപ്പ് മാറാൻ ജനങ്ങളുടെ മുദ്രാവാക്യം മതി എന്നുള്ളത്. കാരണം ഇത്രയധികം ത്യാഗം സഹിച്ച, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന വലിയ പങ്ക് വഹിച്ച ഒരു നേതാവാണ് VS. പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതി അവരുടെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് VS നൽകിയിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട്, VS ഉള്ളപ്പോൾ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഒരു ധൈര്യമുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കുന്നുള്ളത്. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ പാവപ്പെട്ടവർക്കും, കർഷകർക്കും, തൊഴിലാളികൾക്കും എല്ലാം തന്നെ പ്രായം നോക്കാതെ, പ്രായത്തെ അതിജീവിച്ചുകൊണ്ട്, മതികെട്ടാൻ മല പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വന്നപ്പം നടന്നു കയറി അവിടുത്തെ കയ്യേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ പ്രകൃതിയോട് അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹവും ജനങ്ങളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അതൊരിക്കലും നമുക്ക് വിവരണത്തിന് അതീതമാണ് VS എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മുൻ MP ശ്രീ സുരേഷ് കുറുപ്പ്. CPM രൂപീകരിച്ച 32 പേരിൽ അവസാനത്തെ ആളാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ മരിച്ചത്. ആലപ്പുഴയിലെ ഏറ്റവും സാധാരണമായ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിയ ആളാണ് VS അച്യുതാനന്ദൻ. 80 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മറ്റൊരാളും ഇന്ത്യയിൽ കാണില്ല. ഈ കാലത്തിനിടയിൽ അദ്ദേഹം നിരവധി പോരാട്ടങ്ങൾ നയിച്ചു. ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കുകൊണ്ടു. കുട്ടനാട്ടിലെ കാർഷിക തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കേരളത്തിലെ പട്ടിണി മാറ്റുന്നതിൽ നടത്തിയ പല പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പിന്നെ പരിസ്ഥിതി വിഷയങ്ങൾ ഇത്രയെടുത്ത മറ്റൊരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിലില്ല എന്ന് പറയാം. അത്തരത്തിൽ അസാധാരണമായ ഒരു വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. CMP ജനറൽ സെക്രട്ടറി ശ്രീ CP ജോൺ. തന്റെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് പകരം നാടിന്റെ പട്ടിണിയും ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ വേണ്ടി പോരാട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു യുവാവായിരുന്നു VS അച്യുതാനന്ദൻ. തെരുവിന്റെ പാഠശാലകളിൽ നിന്നും അധ്വാനത്തിന്റെ അതിനെ ചൂഷണം ചെയ്യുന്ന ചൂഷകരുടെ ചൂഷണ രീതികൾ മനസ്സിലാക്കിയ VS അതിനെതിരായ ശക്തമായ പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായി. അദ്ദേഹത്തിന്റെ നിറഞ്ഞ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒരു പോരാളിയെ പോലെ ജീവിച്ചു. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ 70 75 വയസ്സും കഴിയുമ്പോൾ വിശ്രമിക്കാനാണ് ശ്രമിക്കാറുള്ളത് എങ്കിൽ VS ഒരു പുതിയ പോരാളിയെ തന്നിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപരിചിതമായിരുന്ന മേഖലകളിൽ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി, സ്ത്രീകൾക്കെതിരായ അക്രമത്തെ ചെറുക്കുന്ന കാര്യത്തിൽ, അഴിമതിയോട് പടവെട്ടുന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു പുതിയ സമരശൈലി വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ VS കേരളത്തിൽ ഉരുത്തിരിച്ചെടുത്തു എന്നതിന്റെ പേരിലായിരിക്കും VS അച്യുതാനന്ദൻ ഭാവി കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. VSന്റെ ഓർമ്മകൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലത്തും നിലനിൽക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ CMB ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ജെയ്സൺ ജോസഫ്. തൊഴിലാളികൾക്ക്
അവരുടെ അസ്തിത്വം അഭിമാനകരമായ ഒരു പദവിയാണെന്ന് തിരിച്ചറിവുണ്ടാക്കിയ, അവരിൽ അവകാശബോധം വളർത്തിയ, ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വീറോടെ പൊരുതാൻ പ്രാപ്തമാക്കിയ കേരളത്തിലെ തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളുടെ അമരക്കാരനായിരുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ വേർപാടിൽ SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെക്കാളും തൊഴിലാളികൾക്ക് അന്തസ്സാർന്ന ജീവിതവും ഉയർന്ന കൂലിയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മണ്ണിൽ ഉറപ്പാക്കിയത് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആദ്യകാല നേതാക്കൾ നടത്തിയ ധീരമായ പോരാട്ടമാണ്. നിർദ്ദയമായ അടിച്ചമർത്തലുകളെ നേരിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ നിർഭയമായ പ്രവർത്തനങ്ങൾ ആധുനിക കേരള സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മനുഷ്യോചിതമായ ജീവിതത്തിനും തൊഴിലവകാശങ്ങൾക്കു വേണ്ടിയും പോരാട്ടം 10 മടങ്ങ് കരുത്തോടെ തുടരണമെന്നാണ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ വേർപാട് നമ്മോട് ആവശ്യപ്പെടുന്നത്. 102 വയസ്സുവരെ നീണ്ട VSന്റെ ജീവിതം സമൂഹത്തിന്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പാഠവും പാഠഭേദവുമാണ്. വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ആ ജനങ്ങളിൽ നിന്നുള്ള പഠനമാണ് എൻ്റെ വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം തൻ്റെ അനുഭവ പാഠങ്ങളെ സ്വയം വിലയിരുത്തുന്നത്. ഒരു ഭരണാധികാരിയോട്, ഒരു രാഷ്ട്രീയ നേതാവിനോട് ജനം വൈകാരിക വായ്പകൾ കാട്ടുന്നെങ്കിൽ അതിനർത്ഥം ആ ജനനേതാവിൻ്റെ സ്വീകാര്യതയാണ്. കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായ നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. ആലപ്പുഴയുടെ മണ്ണിൽ, തൻ്റെ സഖാക്കൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിൻ്റെ മണ്ണിൽ അദ്ദേഹം നാളെ ലയിക്കുമ്പോൾ ജനമനസ്സുകളിലെ നരയ്ക്കാത്ത രാഷ്ട്രീയ യൗവനമായി VS അച്യുതാനന്ദൻ എന്ന പേര് എന്നും നിലനിൽക്കും. ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു.